കളകളാകാഹളനാദം കണ്ടുപോയാൽ രാജയോഗം. പൂച്ചയാണ്, പക്ഷേ മകളുടെ സ്നേഹമാണ് കിട്ടുന്നത്. വീട്ടിലാണെങ്കിൽ സർവ്വ സ്വാതന്ത്ര്യവുമുണ്ട്. കവിത ചൊല്ലിയാൽ നാട്ടുകാർ ഓടിച്ചിട്ട് അടിക്കും. നിന്റെ സ്വപ്നമായ പുസ്തകം എഴുത്തു നടക്കും. അടികൈ. നാട്ടിൽ പോയാൽ മുത്തശ്ശിമാർ പഴങ്കഥകൾ ചൊല്ലുമല്ലോ. ഈ സ്വാമിയാള് കൊള്ളാമല്ലോ. അടികൈ. അടിക്കും. ലോകം മുഴുവനും കൈയടിക്കും. കളകളാകാഹളനാദം കണ്ടുപോയാൽ രാജയോഗം. അങ്ങ് ആരാണ് സ്വാമിജി? അങ്ങേക്ക് എന്താണ് വേണ്ടത്? സന്തോഷം, പൂച്ചകളുടെ സന്തോഷം. ഞാനാണ് സാപ്രോൺ സ്വാമി. ഈ കളറിൽ ആദ്യമായിട്ട് ഞാനൊരു സ്വാമിയെ ഇപ്പോഴാ കാണുന്നത്. സംശയമുണ്ടോ? അതെ, കാവിൻ നിറത്തിലുള്ള സ്വാമിജി. തപസ് അനുഷ്ഠിച്ചപ്പോൾ കിട്ടിയതാണ്. സൂര്യകിരണങ്ങളാൽ എനിക്ക് സൂര്യന്റെ നിറം കിട്ടിയിരിക്കുകയാണ്. മനസ്സിലായോ കുഞ്ഞി? ചീട്ട് കളിച്ചാൽ കാശ് മുഴുവൻ പോക്കാണ്. സ്വാമിജി, നിങ്ങളൊരു ദൈവപുരുഷനാണ്. അടികൈ. അത് വളരെ സത്യമാണ്. അതിനുവേണ്ടിയാണ് ഇത്രയും കാലം ഞാൻ ഹിമാലയത്തിൽ പോയി തപസ് അനുഷ്ഠിച്ചത്. എടാ, ഇദ്ദേഹം വലിയ സ്വാമി എന്നാ തോന്നുന്നത്. പക്ഷേ ഇദ്ദേഹത്തെ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. സംശയമുണ്ടോ? ഇതിലെന്താ ഉള്ളത്? ഇയാൾ ഒറിജിനൽ സ്വാമി എന്ന് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ഇദ്ദേഹത്തിന് ദിവ്യശക്തി ഉണ്ടെന്ന് ഈ കളർ കണ്ടാൽ അറിയാം. കളറിൽ എന്താ ഉള്ളത്? അങ്ങനെയാണെങ്കിൽ പോപ്പട്ട് പച്ച നിറത്തിലാണല്ലോ. അപ്പൊ അവന് ദിവ്യശക്തി ഉണ്ടെന്നാണോ? മതിയാക്ക്. തത്തകൾക്ക് പച്ച നിറമാണ് എന്ന് വെച്ച് ഞാൻ തത്തയാകുമോ? അങ്ങനെ തത്ത എന്നെങ്ങനെ പറയും? അങ്ങ് കുറുക്കനാണല്ലോ. ആയിരുന്നു, പക്ഷേ ദിവ്യശക്തിയാൽ ഇപ്പോൾ സാപ്രോൺ സ്വാമിയായി മാറിയിരിക്കുകയാണ്. ഇതൊക്കെ കള്ളത്തരം. ഞങ്ങളൊന്നും വിശ്വസിക്കില്ല. ഇതുപോലുള്ള സ്വാമിമാരെ ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഞാൻ അതുപോലെയുള്ള ആളല്ല. ശരി, എനിക്ക് ധ്യാനത്തിന് സമയമായി. ഞാൻ ഇപ്പോൾ വിട വാങ്ങുന്നു. സ്വാമിജി, അങ്ങ് ദയവായി അകത്തേക്ക് വരൂ. കഴിക്കാൻ രുചിയുള്ള ഭക്ഷണങ്ങൾ തരാം. ഓ, ആയിക്കോട്ടെ. ഞാൻ സന്ധ്യയ്ക്ക് വരാം. കളകളാകാഹളനാദം കണ്ടുപോയാൽ രാജയോഗം. നീ എന്താ കിട്ടി ഇങ്ങനെ? ഈ സ്വാമിമാരെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. നീ നിരീശ്വരവാദിയാണ്, അതുകൊണ്ട് ഒന്നും വിശ്വസിക്കില്ല. ഐഡിയ. ഒരു കല്ലിൽ രണ്ടു മാങ്ങ. നല്ല കാലം. സ്വാമിയുടെ വേഷത്തിലായതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഇവന്മാരുടെ കയ്യിൽ കുടുങ്ങിയേനെ. ഇവന്മാരുടെ ആഹാരം ദിവസവും അടിച്ചു മാറ്റി കഴിക്കുന്നത് ഞാനാണല്ലോ. കളകളാകാഹളനാദം കണ്ടുപോയാൽ രാജയോഗം. നിങ്ങൾ രണ്ടുപേരും വഴക്കിടുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ആഹാരം കുറുക്കൻ കഴിക്കുന്നത്. അവനെ നിങ്ങൾക്ക് കണ്ടെത്താനുമായിട്ടില്ല. തനിക്ക് എങ്ങനെ അറിയാം ഞങ്ങളുടെ ആഹാരം ഒരു കുറുക്കനാണ് കഴിക്കുന്നതെന്ന്? എന്റെ ദിവ്യശക്തിയാൽ ഞാൻ എല്ലാം കണ്ടു കഴിഞ്ഞു. അവനിപ്പോൾ എവിടെയാണെന്ന് പോലും എനിക്കറിയാം. അവൻ എവിടെയാ ഉള്ളത്? അവന്റെ പണി ഞാൻ തീർക്കാം. അവൻ പാപിയാണ്. അവന് ശിക്ഷ ലഭിക്കണം. പക്ഷെ കുറച്ച് കഷ്ടപ്പെടാതെ അവനെ പിടിക്കാൻ സാധിക്കുകയില്ല. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പാപികൾക്ക് ശിക്ഷ കൊടുത്താൽ ആ പാപി നിങ്ങളുടെ മുന്നിലെത്തിക്കോളും. ഞങ്ങൾക്ക് പാപി എവിടെയാണ് കിട്ടുക? കളകളാകാഹളനാദം കണ്ടുപോയാൽ രാജയോഗം. ആ പാപികൾ ഹണിയും ബണിയുമാണ്. പൂച്ചയെ തല്ലിയാൽ ഞങ്ങൾക്ക് ആ കുറുക്കനെ കിട്ടുമല്ലേ? അവൻ നമ്മുടെ ഒരുപാട് ആഹാരം കട്ടു നിന്നിട്ടുണ്ട്. ഏതായാലും വന്ന കാര്യം സാധിച്ചു. കുശാലായി. അതെ, ഞാനിപ്പോൾ എന്താ ചെയ്തത്? ഞങ്ങൾ പാമ്പിയെ പിടിക്കാൻ വേണ്ടി വന്നതാ. വേണ്ട. വേണ്ട.
വേണ്ട, അവന് വിട്ടേക്ക്. നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? നീ പേടിക്കണ്ട അളിയാ, യവന്മാര് പാപികളായ പൂച്ചകളാ. എടാ കഴുതേ, നമ്മളെ പൂട്ടിയിരിക്കുക. ഒരു വശത്തേക്ക് ഓട്. ഓയ്, ഓയ്, നിങ്ങൾക്കെന്താ വട്ട പിടിച്ചോ? ഇവരെ എന്തിനാ തല്ലുന്നത്? സ്വാമിയാ പറഞ്ഞത്, യവന്മാരെ തല്ലുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ശത്രുവിനെ കിട്ടും. ഏത് സ്വാമിയാടാ പറഞ്ഞത്? നമ്മുടെ സഫ്രൻ സ്വാമിയാ പറഞ്ഞത്. അടിച്ചു പൊളിച്ചു തിമിർത്തോ? സ്വാമി തല്ലാൻ വേണ്ടി പറഞ്ഞു എന്നോ? ഇവരെ എത്രത്തോളം അടിക്കണമെന്ന് അദ്ദേഹം നിങ്ങളോട് പറഞ്ഞില്ലേ? ഇല്ല. പക്ഷേ എന്നോട് പറഞ്ഞു ഇവരെ എത്രയ്ക്ക് തല്ലണമോ അത്രയും തല്ലി കഴിഞ്ഞു. ഇപ്പൊ പോയിക്കോ. ഇനിയും തല്ലുകയാണെങ്കിൽ ശത്രു നിങ്ങൾക്ക് കിട്ടുകയില്ല. സംശയമുണ്ടോ? അവസാനായിട്ട് ടച്ചിങ്സ്. മുഴുവൻ പെയിന്റ് ആയി. ഇനി വീണ്ടും കുളിക്കേണ്ടി വരും. ഹൈ. നീലഹണി. ഓ, അങ്ങനെ വരട്ടെ. ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത്. അപ്പൊ അതാണ് കാവ്യ സ്വാമി. സ്വാമി. വരൂ. ട്രെയിൻ കേറിയാൽ പോകാം നാട്ടിലേക്ക്. സ്വാമിക്ക് സ്വാഗതം ഞങ്ങളുടെ വീട്ടിലേക്ക്. അടികൈ. ആയുഷ്മാൻ ഭവ. ആയുഷ്മാൻ അപ്പുറത്തെ വീട്ടിലാ താമസിക്കുന്നത്. ഞാൻ ഖന്നയാണ് സ്വാമി. ഞങ്ങളോട് ക്ഷമിക്കണം സ്വാമി. അങ്ങയുടെ ശക്തിയെക്കുറിച്ച് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. ഞങ്ങളോട് ക്ഷമിക്കൂ. ക്ഷമിച്ചിരിക്കുന്നു. നീ കൊണ്ടുവന്ന ഈ പാല് ഞാൻ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുകയാണ്. ഇപ്പൊ തന്നെ കുടിക്കാം. ഇത് കുടിക്കാനുള്ളതല്ല. ഇത് വെച്ച് ഞങ്ങൾ നിങ്ങളെ അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. സംശയമുണ്ടോ? അഭിഷേകം എന്ന് വെച്ചാ അഭിഷേകം എന്ന് വെച്ചാൽ എന്തെന്നറിയില്ലേ? ഈ പാല് അങ്ങയുടെ തലയിൽ ഞങ്ങൾ ഒഴിക്കും. തലയിലോ? തലയുടെ മുകളിലോ? വേണ്ട 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 വേണ്ട. സ്വാമി ഒരു മഹാനാണ്. അദ്ദേഹത്തെ ദൈവമാക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. എന്നാൽ ഇത് നമ്മുടെ കടമയാണ്. എടുത്തോണ്ട് വാ, ഇദ്ദേഹത്തെ നമുക്ക് അഭിഷേകം ചെയ്യാം. സ്വാമി, എന്തിനാ സ്വീകരിക്കാൻ മടിക്കുന്നത്? വരൂന്നേ. ഓടാ, അവിടെ നോക്കൂ. വിട്ടോടാ. സ്വാമി നിക്ക്. നിക്കൂല. രക്ഷപ്പെട്ടേ പറ്റൂ. ഓയ്. ഏയ്, അമ്മച്ചി. ഓ, എന്നോടാണോ കളി? ചാടിക്കോ. ഇവിടെ ഓടിക്കാം. സ്വാമി കിട്ടിപ്പോയി. അഭിഷേകം ചെയ്യ. കാശെടുത്ത കള്ളനെ നാട്ടുകാർ പുറകിൽ നിന്ന് ഓടിക്കുന്നു. സ്വാമി എന്തിനീ അഭിഷേകത്തെ പേടിക്കുന്നു? അടികൈ. നീയോ? ഓ, ഇത് മുഴുവൻ നിറമായിരുന്നു. ഇതെല്ലാം മാഞ്ഞുപോയി. ഇപ്പോൾ പോയത് ശരീരത്തിലെ നിറമാ. ബാക്കിയുള്ള പാല് കൂടെ ഒഴിച്ചാ പിന്നെ ഇയാളുടെ തനി നിറം അറിയാം. അതെ, ശരീരം മുഴുവനും കാവി നിറം പൂശിക്കൊണ്ട് സ്വാമിയായി മാറി നാട്ടുകാരെ പറ്റിക്കുകയാണ്. സംശയമുണ്ടോ? നിങ്ങൾ നാളെ തയ്യാറായിട്ടിരുന്നോ? നാളെ ഇയാള് ചുമന്ന കളറിലെത്തും. അതെയോ? ഇയാള് വീണ്ടും അവതാരം എടുക്ക? ഇല്ല, ഇന്ന് ഞങ്ങൾ ഇവനെ ഇടിച്ചിടിച്ച് ഞങ്ങൾ ചുമപ്പിച്ചെടുക്കാം.
സോറി, വെറുതെ വിട്ടേക്ക്. ഞാൻ ഇതൊക്കെ തമാശക്ക് ചെയ്തതാ. അങ്ങനെയോ? വാടാ. ഇപ്പൊ മനസ്സിലായോ? ഇതുപോലെ നിറം മാറി വരുന്ന സ്വാമിമാരെ നമ്മൾ ഒരിക്കലും വിശ്വസിക്കരുത്. സോറി, എനിക്ക് വലിയ അബദ്ധം പറ്റിപ്പോയി. മണൽ കയറ്റി വന്ന ലോറി ചെളിയിൽ മറിഞ്ഞു. സ്വാമിയുടെ കള്ളത്തരങ്ങൾ മൊത്തത്തിൽ പൊളിഞ്ഞു. അടികൈ.